ഹായ് കൂട്ടുകാരെ, ഇത് വേറെ എങ്ങും അല്ല, ഇതെൻ്റെ കിച്ചൺ വിൻഡോയാണേ. ഞാനിങ്ങനെ മണി പ്ലാന്റ്സ് എല്ലാം നട്ടിട്ട് ഇപ്പോൾ ഒത്തിരി ബ്രാഞ്ച് ഇങ്ങനെ ഇത് ശ്രദ്ധിക്കാതെയാണ് ഇതിങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്. എക്സ്ട്രാ നിൽക്കുന്ന ബ്രാഞ്ചുകളെല്ലാം വെള്ളം ഒഴിച്ചൊരു ബോട്ടിലോട്ടാക്കി വയ്ക്കും. കൊക്കും കോഴിയും എല്ലാം ആ ബോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് വന്ന് എല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കുന്നത് എനിക്കൊരു നൈറ്റ് ചെയ്യാനുണ്ട്. ഇതേ കണക്കിന് ലീഫും ബ്രാഞ്ചും ഫ്ലവേഴ്സും ഒക്കെ കൊടുത്തുകൊണ്ടൊരു നൈറ്റ് ചെയ്താലോ അല്ലേ? നല്ല ഭംഗിയായിരിക്കും. എംബ്രോയിഡറി നൈറ്റ് ഓൾറെഡി നമുക്ക് റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ അത്ര റേറ്റും ആവത്തില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതിനകത്ത് കണ്ടില്ലേ, കൊക്കും കോഴിയും എല്ലാവരും ഉണ്ട് കേട്ടോ. കാരണം ഇതുപോലെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്തിട്ട് ഈ ബോട്ടിലുകളകത്ത് നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ബ്രാഞ്ചുകളെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളം നിറച്ച ബോട്ടിലുകളിൽ ഇട്ട് വെച്ച് വേര് വരുന്ന സമയത്ത് ചട്ടികളിലോട്ടൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇതുപോലെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നും അല്ലേ, ചെടി എന്തിനാണ് ഇതുപോലെ ഞെരുക്കി ഇങ്ങനെ വയ്ക്കുന്നതെന്ന്. പുറത്ത് വെച്ചാൽ പോരെയെന്ന്. ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ 3ാം നിലയിലാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ചെടി വയ്ക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഉള്ള ഏരിയകളിൽ ഇങ്ങനെ ബോട്ടിലുകൾ നിറച്ച് വയ്ക്കുന്നതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന നൈറ്റി പീസ്. അപ്പോൾ ഇതും ഇലയുടെ ഒരു ഗ്രീൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചെടിയും പോവും ചെയ്യാമെന്ന് തോന്നുന്നത്. ഇത് യോക്ക് ഏരിയയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് പ്ലെയിൻ ആണ്. ഈ പ്ലെയിൻ പീസിലാണ് ഇനി എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എംബ്രോയിഡറി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയ്ക്ക് ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായിട്ട് യോക്ക് ഏരിയയിലാണ് ഈ പ്ലെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് ഏരിയ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് നെക്ക് ഏരിയ മാർക്ക് ചെയ്യണം, അതുപോലെ ഷോൾഡർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്താണ് നമുക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്ത് നിൽക്കുന്ന കണക്കിന് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡർ വരെ ഉൾപ്പെട്ട് നമുക്ക് എത്രയാണ് വീതിയും നീളവും യോക്ക് ഏരിയയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നോ അതൊന്ന് അളന്ന് മാറ്റി വയ്ക്കണം. നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ത്രെഡും ഈ എംബ്രോയിഡറി റിങ്ങും നീഡിലും മാത്രം മതി. ബാക്കി ഒത്തിരി മെറ്റീരിയൽസ് ഒന്നും വേണ്ട. ഈ 3 ഐറ്റംസ് മാത്രം വെച്ചാണ് നമ്മളിവിടെ എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ എനിക്ക് ഷോൾഡർ ഭാഗം വരുന്നത് 7 ഇഞ്ച് ആയതുകൊണ്ട് ഒരു 8 ഇഞ്ച് അളന്ന് മാറ്റുവാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം 8 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അത്രയും മതിയല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. യോക്ക് ഏരിയയ്ക്ക് നമുക്കിതുപോലെ അടിച്ച് മറിച്ചെടുക്കുന്ന പീസാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ആദ്യമേ തന്നെ നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റി നെക്ക് ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നെക്കിനകത്തോട്ട് കയറി വരാൻ പാടില്ലല്ലോ. നെക്ക് ഏരിയ മാർക്ക് ചെയ്ത ശേഷം നെക്കിന് പുറത്തൂടെയല്ലേ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നെക്കിൻ്റെ വൈഡ് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഡീപ്പ് ബാക്ക് ഒരു 5 ഇഞ്ച്, ഫ്രണ്ട് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അതിനൊന്ന് സ്ക്വയറാക്കി റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇതേ കണക്കിന് നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഐഡിയ കാണും. കാരണം ഡിസൈൻ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആ ഏരിയയ്ക്കകത്ത് നിൽക്കുന്ന കണക്കിന് ചെയ്തെടുത്താൽ മതിയല്ലോ. ഞാനിവിടെ ഈ ഒരു ഡിസൈനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇലയും ഇതുപോലെ തണ്ടും ഒക്കെ വരച്ചു കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. റിങ്ങിലിടുമ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതേ കണക്കിന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വരച്ച പോലെ തന്നെ വരയ്ക്കണമെന്നല്ല, ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ നീഡിൽ ബാക്കിലൂടെ എടുത്ത് ഫ്രണ്ടിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഈ ലീഫിൻ്റെ എൻഡ് ഭാഗത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് കോർത്ത് ഫസ്റ്റ് എടുത്ത ത്രെഡ് ഉണ്ടല്ലോ ആ പോർഷനിലൂടെയാണ് ഇതുപോലെ പുറത്തെടുക്കുന്നത്. ഈ പുറത്തെടുത്ത ത്രെഡിനെ തന്നെ നമുക്ക് ആ പോയിന്റിൽ വെച്ച് ചുറ്റു കൊടുക്കണം. ഒരു 5-6 ചുറ്റു കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത ശേഷം ഒന്ന് ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല. ഈ ത്രെഡും ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ച ശേഷം ഈ നീഡിലൊന്ന് വലിച്ചെടുക്കണം. കണ്ടോ, ഒരു പൈപ്പിംഗ് പോലെ നമുക്കിപ്പോൾ കിട്ടും. അത് ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ എൻഡ് ഭാഗത്ത് കണ്ടില്ലേ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ത്രെഡ് ഒത്തിരി വലിക്കാൻ പാടില്ല, എന്നാൽ പിന്നെ ഇതേ കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതേ പോയിന്റിൽ തന്നെ നീഡിൽ ഒന്നുകൂടെ താഴോട്ടിറക്കി പുറത്തോട്ടെടുക്കണം. ഇനി അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നീഡിലൊന്ന് പുറത്തെടുത്ത് ഫസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ നീഡിൽ കുത്തി ഈ ത്രെഡ് എടുത്തിട്ടുള്ളതിൻ്റെ അകത്തൂടെ കണ്ടോ, ഇതുപോലെ നീഡിലെടുക്കണം. ഇനി അങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചുറ്റു കൊടുക്കുന്നത്. നമുക്ക് ലീഫിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് കേട്ടോ ഈ ചുറ്റു കൊടുക്കുന്നത്.
ഒരു 5-6 ചുറ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ദാ ഇതുപോലെ ബാലൻസ് ചെയ്ത് നീഡിൽ പുറത്തോട്ട് വലിച്ചെടുക്കണം. ഒത്തിരി ടൈറ്റ് ആവരുത് ഈ ത്രെഡ്. ദാ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ആ ത്രെഡ് വലിച്ച് ഫസ്റ്റ് ചെയ്ത പോലെ ചരിച്ചു കൊണ്ടുവന്ന് അകത്തൂടെ നീഡിൽ വലിച്ചെടുത്ത് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. കണ്ടോ? ഇനി അടുത്തത് ചെയ്യണം. ദാ ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് നീഡിലെടുത്ത് ദാ ഈ സൈഡ് ഒരു ലീഫിൻ്റെ ഷേപ്പാക്കി എടുക്കണം. നമുക്കിതുപോലെ ചെയ്തിട്ട് ആ ഫസ്റ്റ് എടുത്ത് ആ ത്രെഡിൻ്റെ സൈഡിലൂടെ ഇതുപോലെ എടുത്ത് ഇനിയും ചുറ്റു കൊടുത്താൽ മതി. നീഡിലിങ്ങനെ പുറത്തോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേ കണക്കിന് കണ്ടോ ചെറുതായിട്ടൊന്ന് തിരിച്ച് ത്രെഡ് ബാക്കിലോട്ടാക്കി വലിച്ചെടുത്താൽ മതി. ദാ ഇതുപോലെ കുത്തി ഒന്ന് ബാക്കിലൂടെ എടുത്ത് ഈ സൈഡിൽ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണേ. ഇതേ കണക്കിന് തന്നെ നമുക്കിനി 2 സൈഡിലും ഒരു ലീഫിൻ്റെ ഷേപ്പിന് ഒരെണ്ണം ഇപ്പുറത്ത് ഒരെണ്ണം അപ്പുറത്തായിട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡിലൂടെ ഒരെണ്ണം ചെയ്തെടുക്കണം. കണ്ടത് ഇതുപോലെ ചുറ്റി നമുക്കിതുപോലെ ഇതേ മെത്തേഡിൽ ഒരു 7 എണ്ണമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി സെൻറ്റർ ഭാഗത്ത് ദാ ഇതുപോലെ കുത്തി കണ്ടോ ദാ ഇതുപോലെ ഒരെണ്ണം കൂടെ വേണം. ചുറ്റി സെൻറ്റർ ഭാഗത്തും ഒരെണ്ണം ദാ നീഡിൽ ഇതുപോലെ വലിച്ചെടുത്ത് മേളിലോട്ട് ചരിച്ച് ടൈറ്റ് ചെയ്താൽ മതി. കണ്ടോ? ഇനി ബാക്കിലൂടെ നീഡിൽ വലിച്ചെടുക്കണം. ഇപ്പോൾ കറക്റ്റ് ലീഫായി. നമുക്ക് ഒരു ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. കണ്ടോ? ഒരു ലീഫ് കംപ്ലീറ്റ് ആയി. ഇനി എല്ലാ ലീഫും ഞാൻ ഇതേ മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തണ്ട് ചെയ്ത് കൊടുക്കാം. തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതായത് ഇതുപോലെ നീഡിലൊന്ന് പുറത്തെടുത്ത് ഒരു 1/2 ഇഞ്ച് മാറ്റി താഴോട്ട് ഒന്ന് നീഡിലിറക്കി അതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ അതായത് ഇതുപോലെ ഒന്ന് നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അതായത് ഇതുപോലെ എടുത്ത് ഇനി നമുക്ക് ഒരു സ്റ്റിച്ചിൻ്റെ സ്പേസ് വിട്ട് ബാക്ക് സൈഡിലോട്ട് നീഡിൽ എടുത്തു കൊടുക്കണം. ഇതേ കണക്കിന് ബാക്കിലൂടെ നീഡിൽ വലിച്ചെടുത്ത ശേഷം ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്ത പോയിന്റിൽ ഒന്നുകൂടെ നീഡിൽ പുറത്തോട്ടെടുക്കണം. ഇതുപോലെ കണ്ടോ? പുറത്തതുപോലെ നീഡിലെടുത്ത് ഇനി അതിൻ്റെ അടുത്ത് ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പ് വിട്ട് ഒന്നുകൂടെ നീഡിൽ ബാക്കിലൂടെ എടുക്കണം. കണ്ടത് ഇതുപോലെ ബാക്കിലൂടെ എടുത്ത് ഈ സ്റ്റിച്ചിൽ കൂടെയാണ് നമുക്ക് തിരിച്ചെടുക്കുന്നത്. കണ്ടത് ഇങ്ങനെ ചെയ്താലും മതി. അതല്ല എങ്കിൽ നീഡിൽ താഴോട്ട് ഇറക്കി പിന്നെ നമുക്ക് ആ സ്റ്റിച്ചിലൂടെ കൊണ്ടുവരണം. കണ്ടതുപോലെ ബാക്കിലോട്ടെടുത്ത് ഫസ്റ്റ് എടുത്ത സ്റ്റിച്ചിനകത്തൂടെ നമുക്ക് തിരിച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഫുൾ ബ്രാഞ്ചും ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയിൻ സ്റ്റിച്ചോ സ്റ്റെം സ്റ്റിച്ചോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റെം കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബ്രാഞ്ചും കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലവർ ചെയ്യാനുണ്ട്. ഫ്ലവറും ഈ ലീഫ് ചെയ്ത അതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കണ്ടോ സൈഡിൽ ഏകദേശം അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ടാണ് നീഡിൽ പുറത്തെടുത്ത് നീഡിൽ ഈ സൈഡിലൊന്ന് കുത്തി ഫസ്റ്റ് കുത്തിയതിനകത്തൂടെ കണ്ടോ ഇതുപോലെ നീഡിൽ പുറത്തെടുത്ത് ചുറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ചുറ്റ് കണ്ടോ. നീഡിൽ ഇതുപോലെ വലിച്ചെടുത്ത് ചരിച്ച് നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് സ്റ്റിച്ച് കൊടുക്കാനുള്ളത്. കണ്ടില്ലേ? ഈ സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് കൊടുത്താൽ മതി. ഒത്തിരി വലിക്കാൻ പാടില്ല. ഇതേ കണക്കിന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് നീഡിൽ ബാക്കിലൂടെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്ലവറിന് 2 എണ്ണം കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം കൂടെ ബാക്കിലൂടെ നീഡിൽ പുറത്തെടുത്ത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ കുത്തി ആ ത്രെഡ് എടുത്ത് അതേ പോയിന്റിലൂടെ നീഡിൽ പുറത്തെടുത്ത് ഇങ്ങനെ ഒരു 5-6 ചുറ്റ്. കാരണം ഈ ഭാഗം കുറച്ചുകൂടെ വണ്ണം കൂടുതലാണല്ലോ. ഫ്ലവർ വണ്ണം കൂടിയ പോർഷനാണല്ലോ ഈ സെൻറ്റർ ഭാഗം. അതുകൊണ്ടാണ് നമുക്ക് ഈ ചുറ്റപ്പോൾ 1-2 ചുറ്റ് കൂടുതൽ കൊടുക്കണം. ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി പുറത്തെടുക്കണം.
അത് കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടെ കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റിട്ട് കൊടുത്താൽ മതി. ഈ ഒരു കെട്ടും കൂടെ കെട്ടി കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫ്ലവറിനകം. ഈ ഫ്ലവർ വരച്ചിരിക്കുന്നതിനകത്ത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം ഈ ത്രെഡ്. ഒരു സൈഡിൽ നിന്ന് ഫ്ലവറിൻ്റെ അതേ ഷേപ്പിന് ഇതാ നീഡിൽ ഇതുപോലെ വലിച്ച് ഈ സൈഡിൽ ഇതാ ഇതുപോലെ ഇറക്കി ഇതേ കണക്കിന് തന്നെ നമുക്ക് രണ്ട് എൻഡിലൊന്നും ത്രെഡ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഫസ്റ്റ് ചെയ്തത് നമുക്ക് ഈ ഫ്ലവർ ഒന്ന് ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലവറിൻ്റെ ശരിക്കൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് 3 കെട്ട് കൊടുത്തത്. അതിൻ്റെ പുറത്തൂടെ നമുക്ക് ഇതേ കണക്കിന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവറിൻ്റെ കറക്റ്റ് ഷേപ്പിന് ഫില്ല് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഈ വരച്ചിരിക്കുന്നതിൻ്റെ പുറത്താണ് ഞാൻ നീഡിൽ ഇതുപോലെ എടുത്ത് ത്രെഡ് ഇട്ട് കൊടുക്കുന്ന. കണ്ടോ, ഈ എൻഡ് വരുമ്പോൾ നമുക്ക് പിന്നെയും വീതി കുറഞ്ഞു വരും. അപ്പോഴത്തേക്ക് നമുക്കൊരു മുട്ടിൻ്റെ മോഡലായിട്ട് വരും. ഫസ്റ്റ് നമ്മൾ ആ 3 കെട്ട് കൊടുത്തല്ലോ പൈപ്പിംഗ് പോലെ, അത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫ്ലവർ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും സ്പേസ് ഉണ്ട് എങ്കിൽ ഒന്നുകൂടെ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലവർ. ഇനി ഒരു കെട്ട് കൂടെ ഉണ്ട്. കണ്ടോ, ത്രെഡ് ഇതുപോലെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഈ മേൽ ഭാഗത്ത് നിന്ന് എൻഡിലല്ല കുറച്ച് താഴ്ത്തിയെടുത്ത് ദാ ഈ താഴെ ഈ എൻഡിലൂടെ ഈ നീഡിൽ ഈ ഫസ്റ്റ് എടുത്ത പോയിന്റിൽ ഇതുപോലെ കുത്തിയെടുക്കണം. കണ്ടോ, ഇനി നമുക്ക് ഇവിടെയും ചുറ്റു കൊടുക്കണം. ഈ ചുറ്റൊരു കുറച്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. നീഡിൽ ഇച്ചിരി നീളം കൂടുതലാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു 35 ചുറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, കാരണം ഇത് ഇച്ചിരി ലെങ്തി ആയിട്ട് വേണം. അത് നമുക്കിതുപോലെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിലോട്ടൊന്ന് ഇതുപോലെ പിരുത്തി കൊടുത്താൽ മതി, താഴോട്ട് ഇതുപോലെ ആയിക്കോളും. കണ്ടോ, ത്രെഡ് നീഡിൽ നിന്ന് പുറത്ത് ഇതുപോലെ വന്നോളും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് ദാ പതിയെ കണ്ടോ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാടില്ല. ദാ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമുക്ക് വളഞ്ഞ് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഒരു 35 കെട്ട് കൊടുത്തത്. ദാ എൻ്റെ ഭാഗത്ത് നീഡിലൊന്ന് താഴോട്ടെടുത്ത് ഈ ഷേപ്പിന് തന്നെ നമുക്കിനി കെട്ടിട്ട് കൊടുക്കാനുണ്ട്. ഇതേ ഷേപ്പിന് 1-2 കെട്ട് കണ്ടോ, ബാക്കിലൂടെ ഒന്നുകൂടെ എടുത്ത് ദാ ഈ സൈഡിലൂടെ താഴോട്ടെടുത്ത് ഒരു ചുറ്റ്. അത് കഴിഞ്ഞ് ദാ ഈ വളച്ച് വെച്ചിട്ട് അവിടെ ഇതേ കണക്കിനൊരു കെട്ട്. നമ്മൾ ഈ കെട്ട് ഇട്ട് കൊടുക്കുന്ന പുറത്തറിയത്തില്ല, കാരണം നമ്മൾ ചുറ്റ് കൊടുത്താണല്ലോ ഓൾറെഡി ചെയ്തിരിക്കുന്നത്. ദാ ഇതേ കണക്കിന് ഓരോ കെട്ട് കൊടുക്കണം. ഇനി മേളിൽ ഒരു കെട്ടിട്ട് കൊടുക്കണം. കണ്ടോ, ഈ വളഞ്ഞിരിക്കുന്ന ഏരിയയിൽ ഒരു കെട്ട് കൂടി ഇട്ട് കൊടുക്കണം. ഇത് അപ്പുറത്തെ സൈഡിലൂടെ എടുത്ത് ഇപ്പുറത്തൂടെ നീഡിൽ ഇറക്കി കൊടുത്താൽ മതി. അത് ചെയ്ത ശേഷം ബാക്കിലങ്ങ് കെട്ടിട്ട് കൊടുത്താൽ മതി, സെറ്റായിരുന്നോളും. ഇനി തീർന്നില്ല, ഫ്ലവറിൽ ഇനി നമുക്ക് ഒരു സംഭവം കൂടെ ഉണ്ട് ചെയ്യാനായിട്ട്. ഗ്രീൻ കളർ ത്രെഡ് എടുത്ത് ഇതാ കണ്ടില്ലേ, സൈഡിലാണ് ഞാൻ ഇതുപോലെ ഒന്ന് പുറത്തെടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ നീഡിലെടുത്ത് ഫസ്റ്റ് നമ്മൾ ത്രെഡ് എടുത്ത പോയിന്റിൽ ഇതാ ഇതുപോലെ നീഡിലൊന്ന് പുറത്തെടുത്ത് ഇനി ഇവിടെയും ഇതേ കണക്കിനുള്ള ചുറ്റല്ല, വേറെ കെട്ടാണ് കേട്ടോ. ഒന്ന് ഇതാ ചുറ്റി ആ ചുറ്റ് നീഡിലോട്ട് ഇതുപോലെ ഇടുമ്പോൾ ഒരു കെട്ടാവും. പിന്നെ ഒരു ചുറ്റ്, ഒരു 10 ചുറ്റ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒരു ചുറ്റ് ചുറ്റി നീഡിലോട്ട് ഇതാ ഇങ്ങനെ ഇടുമ്പോൾ കെട്ടായിക്കോളും. കണ്ടില്ലേ, ഈ ഒരു ചുറ്റ് ഈ നീഡിലൂടെ ഇതുപോലെ എടുക്കുമ്പോൾ 10 പ്രാവശ്യം ഇതുപോലെ എടുത്ത് കെട്ടിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് കെട്ടായിട്ടിരുന്നോളും. ചുറ്റിയല്ല എടുക്കുന്നത് കേട്ടോ. 10 എണ്ണം എടുത്തു കഴിഞ്ഞ് ഇത് പുറത്തെടുക്കാൻ കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ. നീഡിൽ പുറത്ത് ഫസ്റ്റ് ചെയ്ത പോലെ വലിച്ചെടുത്താൽ മതി. കണ്ടത് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് ചരിച്ച്, ഒത്തിരി വലിക്കാൻ പാടില്ല. ദാ ഇതുപോലെ വലിച്ച് ഈ സെൻറ്റർ ഭാഗത്ത് കണ്ടില്ല, എൻ്റെ ഞെട്ടാണ് കേട്ടോ. ദാ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് നീഡിൽ ബാക്കിലോട്ട് എടുക്കണം. സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് നീഡിൽ ബാക്കിലോട്ടെടുത്ത് ഒരെണ്ണം കൂടെ വേണം നമുക്ക് ഇപ്പുറത്തെ സൈഡ്. അതിനുവേണ്ടി ഈ സൈഡ് കണ്ടോ, നീഡിൽ ഇതുപോലെ പുറത്തെടുത്ത് സെൻറ്റർ ഭാഗത്ത് നിന്ന് നീഡിൽ ഇറക്കി ദാ ഫസ്റ്റ് ത്രെഡ് എടുത്തല്ല ആ പോയിന്റിലൂടെ നീഡിൽ ഇതുപോലെ വെച്ച് ഇവിടെയും ഒരു 10 കെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ.
ഇതും അതുപോലെ തന്നെ ഒറ്റ ചുറ്റ് ഇതുപോലെ ഇട്ട് നീഡിലോട്ടങ്ങ് ഇട്ടാൽ മതി. കണ്ടോ, കറക്റ്റ് കെട്ടായി. ഇനി ഇതുപോലെ ടോട്ടൽ 10 എണ്ണം, ടോട്ടൽ 10 കെട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നീഡിൽ പുറത്തോട്ടെടുത്ത് ഇതും നമുക്ക് ആ സെൻറ്ററിലോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, രണ്ട് സൈഡും ഒരേ കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ച് നീഡിൽ ബാക്കിലൂടെ എടുത്ത് കെട്ട് കൊടുത്താൽ മതി. ബാക്കി ബ്രാഞ്ചസും ചെയ്തെടുത്ത് ലീഫും ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്ലവർ നല്ലപോലെ കിട്ടും. നമ്മൾ ഫ്ലവർ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ഇവിടെ കിട്ടി. ഇനി ഞാൻ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഈ സൈഡിൽ ലീഫ് ചെയ്ത പോലെ തന്നെ ഈസി ആയിട്ട് ഇതുപോലൊരു ബ്രാഞ്ചും ചെയ്ത്, കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്തൂടെ നീഡിൽ ഇറക്കി. കണ്ടോ, എൻഡിലാണ് ഇങ്ങനെ ചെയ്യുന്ന, പുറത്തൂടെ ഇതുപോലെ നീഡിൽ ഇറക്കി. ഈ സൈഡിലും കണ്ടില്ലേ, എടുത്ത പോയിന്റിൽ തന്നെയാണ് നീഡിൽ പിന്നെയും തിരിച്ചിറക്കി. ഈ പോയിന്റിൽ കണ്ടോ, നീഡിൽ പുറത്തൂടെ എടുത്ത്. കണ്ടോ, ഇനി ആ ത്രെഡിൻ്റെ പുറത്തൂടെ നീഡിൽ ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ മാറി മാറി ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, ഇത് ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്ത് ലീഫും ഫ്ലവറും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ ലാസ്റ്റ് ഫ്ലവറാണ്. കണ്ടോ, ലാസ്റ്റ് ഫ്ലവറും ആയി. ഇനി നമുക്ക് ഫുള്ള് കാണണ്ടേ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ആം ഹോളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടില്ലേ. അടുത്ത വീഡിയോയ്ക്ക് ഈ ഡിസൈൻ നമുക്ക് നെക്കിൽ സെറ്റ് ചെയ്ത് നൈറ്റ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.